ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളെന്നുള്ളത് എവിടെയാണ്? നമ്മൾ സിനിച്ചാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ സിനിച്ചാൻ്റെ ഒരു കുട്ടി സർപ്രൈസ്, നാളെയാണ് ആളുടെ ബർത്ത്ഡേ. അപ്പോൾ ഒരു കുട്ടി സർപ്രൈസിന് വേണ്ടി വന്നതാണ്. ഇന്ത കേക്ക് ആരുണ്ടാക്കിയതാണ്? ചേട്ടൻ്റെ സ്വന്തം പ്രിയ പത്നി ഉണ്ടാക്കിയതാണ്. ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ്. നമുക്ക് നോക്കാം പുള്ളിക്കാരൻ സർപ്രൈസ് ആവുമല്ലോ എന്ന്. അതിനിടയിൽ വേറെ ട്വിസ്റ്റ് ഉണ്ട്. എന്ത്? ചേട്ടന് കുറച്ചാണ്ട് കുട്ടിക്ക് വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇത് സെറ്റ് ആവോ ഇല്ലയോ എന്ന്. ചേട്ടന്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ ചേച്ചിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് കാണുമ്പോഴുള്ള ഫസ്റ്റ് എക്സ്പ്രഷൻ അതായിരിക്കണം. ഒരു കണ്ണൊക്കെ നോക്കിയിട്ട് കുട്ടി ചേട്ടൻ്റെ തനതായ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ചിലപ്പോ അതായിരിക്കും, അതല്ലെങ്കിൽ അതാരും പറയരുത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിയ പത്നി ഇതാണ്. പുള്ളിക്കാരി അടാറ് പ്രിപ്പറേഷനിലൊക്കെയാണ്. അവിടെ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചേച്ചി? അപ്പം കോഴിക്കറി. അപ്പൊ ചേച്ചി ചേട്ടനെ പറ്റി 2 വാക്ക്. ചേട്ടനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെയറിങ് ആണ്. വഴക്കൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. 15 വർഷമൊക്കെ സ്മൂത്ത് ആയിട്ട് പോയി. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ എന്റെ പോട്ടേന്ന്. നമ്മൾ ചെന്നപ്പോൾ അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ വരുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്ര എക്സ്പ്രഷനൊന്നും കണ്ടില്ല. എന്തുതന്നെയായാലും ചേട്ടൻ പറഞ്ഞ് ചേട്ടനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ചേട്ടന് ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞ് കേക്കൊക്കെ കാണിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേട്ടന് ഹാപ്പി, നമ്മൾ ഹാപ്പി. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഇങ്ങനത്തെയൊക്കെ ഓരോ കുട്ടി കുട്ടി മൊമെൻറ്റ്സാണ് നമ്മളെ കുറച്ചും കൂടെ എന്താ പറയുക, ലൈഫിൽ ചെറിഷ് ചെയ്യുന്ന ഓരോരോ മൊമെൻറ്റ്സ് എന്ന് പറയണത് ഇങ്ങനത്തെയൊക്കെയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും ഷെയർ ചെയ്തു. കേക്ക് അടിപൊളിയായിരുന്നു. ഈ ഒരു അവസരത്തിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പറഞ്ഞ സമയം കൊണ്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി ഉണ്ടാക്കിയ കേക്കും അപ്പവും ചിക്കൻ കറിയും ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ചേട്ടൻ്റെ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ കുറച്ചേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് അവസാനിച്ചു. അപ്പോൾ സിനിച്ചേട്ടാ, വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.